എല്ലാ വിദ്വേഷങ്ങൾക്കും വെറുപ്പിനുമിടയിൽ ചില മനോഹരമായ കാഴ്ചകളും പലയിടങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. ഇനിയും നശിച്ചിട്ടില്ലാത്ത മനുഷ്യസ്നേഹത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ. യഥാർത്ഥ മനുഷ്യൻ്റെ സൗന്ദര്യം കരുണയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ സൗന്ദര്യം കരുണയാകേണ്ടത് എന്ന് ചോദിച്ചാൽ, കാരുണ്യവും കരുണയുമാണ് അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനം തന്നെ. അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ അവയവങ്ങൾ, അതിൻ്റെ ചുറ്റുപാടുകൾ, അത്തരം സംഗതികളൊക്കെ ഒരുക്കി എത്ര കരുണാർദ്രമായാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കരുണയുടെ കാഴ്ചകൾ പലതും നമ്മളെ വേറിട്ട രീതിയിൽ ചിന്തിപ്പിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി സാർ മനോഹരമായ അത്തരമൊരു കാഴ്ച അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലൂടെ പങ്കുവച്ചു. അപകടത്തിൽപ്പെട്ട ഒരു പൂച്ചക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ ആ ഇടപെടലിനെയാണ് അദ്ദേഹം ആ ദൃശ്യങ്ങളിലൂടെ അഭിനന്ദിച്ചത്. കാണാം ആ ദൃശ്യങ്ങൾ. കണ്ടല്ലോ, തീർന്നില്ല. രണ്ടാമതായുള്ളത് ആബിദ് അടിവാരം എന്ന് പറയുന്ന ഫേസ്ബുക്ക് സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പേജിൽ പങ്കുവച്ച ഒരു ദൃശ്യമാണ്. എന്തെല്ലാം വിദ്വേഷങ്ങളും എന്തെല്ലാം മാലിന്യങ്ങളും ദുർഗന്ധങ്ങളും TG മോഹൻദാസിനെ പോലെയുള്ളവരും ഏത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇടങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ മറികടക്കുന്ന നന്മയുടെ കാഴ്ചകളുണ്ട്. ഈ ചെറുപ്പക്കാർ ചെയ്യുന്നത് നോക്കൂ. അവരെന്തിനാണ് ചെയ്യുന്നത്? അവരാരും മന്ത്രിയാവുന്നില്ല, MLA ആവുന്നില്ല, പ്രധാനമന്ത്രിയാവുന്നില്ല, ഒന്നുമാകുന്നില്ല. അവർക്കിതിന് പിന്നിൽ സാമ്പത്തിക ലാഭവുമില്ല. പക്ഷേ ചിലത് കാണുമ്പോൾ ചിലത് ചെയ്യണമെന്ന് അവർക്ക് തോന്നിപ്പോകും. അത് അവരുടെ ഉള്ളിൽ നിറയുന്ന നന്മയുടെ പ്രചോദനമാണ്, നന്മയുടെ പ്രകാശമാണ്. അതാണ് അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. കാണാം ആ കാഴ്ചയും.